ഓം ശാന്തി. പലപ്പോഴും ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഭാരം കാരണം മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല എന്ന് വിഷമിക്കുന്ന കുറേ ആളുകൾ. എൻ്റെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൻ്റെ അടുത്ത് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയതായിട്ടുള്ള വിഷമങ്ങളെ, സങ്കടങ്ങളുടെ ഭാരം കാരണം, അഥവാ മുന്നോട്ട് കാൽ വയ്ക്കുന്ന സമയത്ത് ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നതായിരിക്കുന്ന തോൽവികളിൽ നിന്നുണ്ടാകുന്ന ഭയം കൊണ്ട്, സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സംസ്കാരം റിയാക്റ്റീവായി പോകുന്നത് കൊണ്ട്, ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ പാസ്റ്റിൻ്റെ ഭാരം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തന്നേ പറ്റൂ. ഒരു പക്ഷിക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ അതിരിക്കുന്ന കൊമ്പിൽ നിന്ന് പിടിവിടാത്തിടത്തോളം ആ പക്ഷിക്ക് പറന്നു വരാനായിട്ട് സാധ്യമല്ല. പറക്കണോ, തീർച്ചയായിട്ടും ആദ്യം പിടിവിട്ട് ചിറക് വീശുമ്പോഴേ പറക്കൂ. പിടിച്ചിരുന്നു കൊണ്ട് എത്ര ചിറക് വീശിയാലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഞാൻ നിൽക്കുന്നൊരു പെൺകുട്ടിയുടെ ഉദാഹരണം പറഞ്ഞു തരാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് അനുഭവമുള്ളതായിരിക്കുന്നൊരു കുട്ടിയുടെ കഥയാണ്. പക്ഷേ പേരെടുത്ത് പറഞ്ഞാൽ അത് മോശമല്ലേ, അതുകൊണ്ട് ഇതൊരു കഥയാണെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് എ റിയൽ ഇവൻറ്റ്. അച്ഛൻ കുറച്ച് പാവമായിരുന്നു. അച്ഛനും അമ്മയും രണ്ടുപേരും പാവങ്ങളായിരുന്നു. എന്നുവെച്ചാൽ അർത്ഥം അവർക്ക് ഈ ലോകത്തെ നോളജൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. കൂലിപ്പണിക്കാരനായിട്ട് പണിയെടുത്ത് കൊണ്ടുവരുമായിരുന്നു. അനിയൻ പഠിച്ചു വലിയ ഉദ്യോഗത്തിലായി. അയാൾ യുക്തിയുക്തമായിട്ട് ജ്യേഷ്ഠൻ്റെ സമ്പത്തിൽ കൂടി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എന്തോ രേഖകളൊക്കെ ഉണ്ടാക്കി അവരുടെ പേരിലാക്കി. എന്നിട്ട് ആ കുടുംബത്തിനെ, അച്ഛനെയും അമ്മേനെയും മകളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. സ്വന്തം മോനെപ്പോലെയാണ് അനിയനെ കണ്ടു വളർത്തുന്നുണ്ടായിരുന്നത്. ആ അനിയൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ വല്ലാതെ ഫീലായിപ്പോയി. അയാൾക്ക് അധികം വൈകാതെ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. അച്ഛന് ഇങ്ങനൊരു അവസ്ഥ വന്നതും വീടില്ലാതെ അമ്മയും മകളും തന്നെ എവിടേക്കോ ആശ്രയമായിട്ട് അലയേണ്ടി വന്നപ്പോൾ അതിൻ്റെ വിഷമം കൊണ്ട് അമ്മയും വളരെ വേഗം 6 മാസം കൊണ്ട് അമ്മയും മരിച്ചു. 10 വയസ്സുകാരിയായിട്ടുള്ള ഒരു മോൾ ഒറ്റയ്ക്കായി. അവസാനം അവളെ അനാഥാലയത്തിൽ ആരൊക്കെയോ സഹായത്തിലൂടെ ഈ കുട്ടി അനാഥാലയത്തിൽ ചെന്നെത്തി. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല ബാല്യകാലം, അത് കഴിഞ്ഞ ശേഷം അനുഭവിച്ചതായിരിക്കുന്ന വളരെ പീഡനത്തിൻ്റെ സമയം, അത് കഴിഞ്ഞുള്ള അലച്ചിൽ, എല്ലാം കൊണ്ടും ഒരു 10 വയസ്സുകാരി, 10 വയസ്സേ ഉൾക്കായിട്ടുള്ളൂ. ആ കുഞ്ഞ് ഒത്തിരി വിഷമിച്ചു പോയി അനാഥാലയത്തിൽ ജീവിക്കുന്ന സമയത്ത്. എന്നാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ദുഃഖം കൊടുത്ത ആളോട് യഥാർത്ഥമായ രീതിയിൽ എനിക്ക് നേരിട്ട് എൻ്റെ സ്വത്ത് വാങ്ങിയേ തീരൂ എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ആശയം ഉണ്ടായിരുന്നു. ഒരു 10 വയസ്സുകാരി കുട്ടി എന്ത് ചെയ്യാൻ? അവൾ പഠിച്ചു, പറ്റുന്ന സ്ഥലത്തുനിന്നൊക്കെ പഠിച്ചു. ആരുടെയൊക്കെ സഹായം കിട്ടുമോ, അവളെ നല്ല പെരുമാറ്റം കൊണ്ടും ആ പഠിക്കാനുള്ളതായിരിക്കുന്ന തീവ്രമായ ഇച്ഛ കണ്ടിട്ടും ഒരുപാട് സന്മനസ്കരായിട്ടുള്ള ആളുകൾ അവളെ സഹായിച്ചു. അങ്ങനെ പഠിച്ചൊരു വക്കീലായി. വക്കീലായതിന് ഒറ്റ ലക്ഷ്യമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്, എൻ്റെ അച്ഛൻ്റെ സ്വത്ത് തട്ടിയെടുത്ത ആളുടെ കയ്യിൽ നിന്ന് അത് ഞാൻ എന്തായാലും തിരിച്ചു വാങ്ങിച്ചിരിക്കും. അങ്ങനെ വക്കീലായി ഡ്യൂപ്ലിക്കേറ്റ് രേഖകളും കാര്യങ്ങളും കണ്ടെത്താനെല്ലാം അവൾ പഠിച്ചു. തിരിച്ച് വീണ്ടും കേസ് കൊടുത്തവരെടുത്ത് അങ്ങനെ ആ കള്ള രേഖകളെയൊക്കെ കണ്ടെത്തി. അപ്പോഴത്തേക്ക് അവളെ ഇളയച്ചനും മരിച്ചുപോയൊരു രോഗം വന്നിട്ട്, എന്നിരുന്നാലും ഇളയച്ചൻ്റെ മക്കളാണ്, എന്നിട്ട് പോലും അവർക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. ആ സ്വത്ത് തൻ്റെ കയ്യിൽ വീണ്ടും ആധാരം, തൻ്റെ രേഖ സ്വന്തമാക്കിയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ഫോട്ടോത്തിന് മുന്നിൽ വന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് പറയുകയാണ്, ഈ കുട്ടി ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ ബലി അർപ്പിക്കുകയാണ്, ഇതെൻ്റെ സമർപ്പണമായിട്ട് സ്വീകരിക്കണം എൻ്റെ മാതാപിതാക്കളെന്ന്. സാഹചര്യം എത്ര കടുത്തതാണ്. ആ കടുത്ത സാഹചര്യത്തിൽ എനിക്കാരും ഇല്ലാണ്ടായി, അവർ പീഡിപ്പിച്ചു, ഇവർ ഉപദ്രവിച്ചു, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു. ആ 10 വയസ്സിനുള്ളിൽ ആ കുട്ടി അനുഭവിക്കാത്ത ദുഃഖത്തിൻ്റെ അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് മറന്നുകൊണ്ട് മുന്നോട്ട് പഠിച്ചപ്പോൾ ആ കുട്ടി ജീവിതത്തിലെല്ലാം നേടിയെടുത്ത്, തന്നോട് അന്യായം കാണിച്ചവരെടുത്ത് ന്യായം നേടിയെടുക്കാനുള്ള വിധം ശക്തിശാലിയായിട്ട് മാറി. ഒത്തിരി ആളുകളെ കഥ നമുക്ക് കാണാം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവർ. പക്ഷെ ആ കഷ്ടപ്പാടിനെ, പീഡനങ്ങളെ അനുഭവിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആ പീഡനത്തിൻ്റെ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ഒരു നാളെയെ എനിക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ആ ഊർജം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ശക്തിയായിട്ട് കൊണ്ടുപോകും. പക്ഷേ ഞാൻ കാണുന്ന എന്താണെന്നറിയോ, എൻ്റെ ഇന്നൊരാൾ എന്നോട് വളരെ മോശമായിട്ട് വളരെ കടുത്ത വാക്കുകളിൽ സംസാരിച്ചു. അതെൻ്റെ മനസ്സ് ആഴത്തിൽ മുറിവേറ്റുപോയി. ആ വാക്കിനെ പലതവണ ആവർത്തിച്ച് കേട്ട് 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 വിഷമിച്ച് കണ്ണീരൊഴുക്കുന്നവരാണ് കുറേ ആളുകൾ.
ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന എൻ്റെ ക്ലോസ് ആയിരിക്കുന്ന ഫ്രണ്ട്, അവർ എന്നെ ചതിച്ചിട്ട് പോയി, എന്നോട് അവൻ ഇങ്ങനെ പെരുമാറിപ്പോയി, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിപ്പോയി, എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെ പെരുമാറി, എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പെരുമാറി, ഇനി എനിക്ക് എന്തിനാ ജീവിക്കണേ എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ്. തൻ്റെ പരാജയത്തിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ കൊമ്പ് വിട്ട പക്ഷിക്കേ പറക്കാൻ പറ്റൂ. ഈ ജീവിതത്തിൽ എന്നും ഒരുപോലെ ആരും പോവാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഈ 4 ക്ലൈമറ്റ്സ്, മഴക്കാലം വരും, മഞ്ഞുകാലം വരും, വേനൽക്കാലം വരും, കാലഘട്ടങ്ങൾ മാറി മാറി വരും, വസന്തം വരും, എല്ലാം വരും. ഒരാളുടെ ശരീരം നിങ്ങൾ എടുത്ത് നോക്കി നോക്കൂ. ഒരു കുഞ്ഞായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു യുവാവായി കഴിഞ്ഞാൽ അവിടെ വളർച്ച അവസാനിച്ച് അങ്ങനെ ആരും ജീവിച്ച് അവസാനിപ്പിക്കുന്നില്ല. യുവാവായി കഴിഞ്ഞാൽ പിന്നെയും വാർദ്ധക്യത്തിലേക്ക് വരുന്നു, മരണത്തിലേക്ക് വരുന്നു, പുതിയൊരു തുടക്കത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഒരു മരണം ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. അവിടേക്ക് നമ്മൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്. നിൽക്കുന്നില്ല, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം മാറുന്നുവെങ്കിൽ നമ്മൾ എന്തിനാണ് ഇന്നലത്തെ ഒരു ദിവസം പോയിട്ട് ഈ കഴിഞ്ഞ ഒരു സെക്കൻഡ് വീണ്ടും എനിക്ക് എടുക്കണം എന്ന് വിചാരിച്ചാൽ ഒരാളെ കൊണ്ട് ഈ ലോകത്ത് സാധ്യമല്ല. ആ കഴിഞ്ഞ നിമിഷങ്ങളൊന്നും തിരിച്ച് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ആ കഴിഞ്ഞ നിമിഷത്തിൽ അവർ പറഞ്ഞ വാക്കിൽ, അവർ ചെയ്ത കാര്യത്തിൽ, അവർ നമ്മളോട് കാണിച്ച മോശമായ പെരുമാറ്റത്തിൽ പറഞ്ഞവർ പറഞ്ഞു പോയി കഴിഞ്ഞു. നമ്മളത് നമ്മുടെ നെഞ്ചിൽ ഭാരം കയറ്റി നടക്കുക. നിങ്ങളൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടേ ആ വെള്ളം നമ്മുടെ കയ്യിൽ വെച്ച് നിങ്ങൾ പിടിച്ചിരുന്ന് നോക്കിയേ, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിന് ഒരു ഭാരം ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റ് കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ കൈ കഴയ്ക്കാൻ തുടങ്ങും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ കൈ കടച്ചിലെടുക്കാൻ തുടങ്ങും. ഒരു നേരെ ഇരിക്കേണ്ടി വന്ന കൈ നീര് വന്ന് കെട്ടിപ്പോവും. ഒരു 1/4 ഗ്ലാസ് വെള്ളമല്ലേ വെച്ചുള്ളൂ, എന്നിട്ട് എന്താ അത്ര ഭാരം അതിന്? 1/4 ഗ്ലാസ് വെള്ളത്തിൻ്റെ ഭാരമല്ല. നിങ്ങൾ എത്ര സമയം അത് കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നുണ്ടോ അത്രയും അതിൻ്റെ ഭാരം നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കും. ദ സെയിം ആണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ നമ്മുടെ കയ്യിൽ നിന്നാണോ തെറ്റ് പറ്റിയത്, ആ തെറ്റ് പറ്റിയെങ്കിൽ ഒരു സോറി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. ഇനി സോറി ആരോടും പറയാൻ പറ്റില്ലേ? ഈശ്വരൻ്റെ അടുത്ത് ഹൃദയം തുറന്നൊരു കത്ത് എഴുതൂ നിങ്ങൾ. ഈശ്വരൻ എന്ന് പറയുന്നത് ദയാസാഗരനാണ്. ആ കരുണാസാഗരൻ, സ്നേഹസാഗരൻ നമ്മളോട് എന്തും ക്ഷമിക്കാൻ തയ്യാറുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരെയും ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ നമുക്ക് ജ്ഞാനം തരുന്നതും പഠിപ്പിക്കുന്നതും യോഗ പഠിപ്പിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാരത്തെ ഈശ്വരൻ്റെ മുന്നിൽ തുറന്നെഴുതിക്കോളൂ. ആരോടും പറയാൻ പറ്റാത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഈശ്വരനോട് പറയാലോ. ഒരു പേപ്പറിൻ്റെയും പെന്നിൻ്റെയും ആശ്രയം എടുക്കൂ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ, അതിൻ്റെ പൂർണ്ണ ഭാവത്തിൽ നിങ്ങൾ ഈശ്വരന് മുന്നിൽ വിശാലമായിട്ട് കത്തെഴുതൂ. മനസ്സിൻ്റെ ഭാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട്. എങ്ങനെ കത്തെഴുതണം എന്നല്ലേ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഈശ്വരന് കത്തെഴുതുക? ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനൊരു കത്തെഴുതുക? കത്തെഴുതുമ്പോൾ എന്ത് എഴുതും? എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ സുഖമായിരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് വിശേഷം, പിന്നെ അച്ഛ ഇതാണ് കാര്യങ്ങളോട് പറയാറുണ്ട്. ദ സെയിം നമ്മുടെ ആത്മാവിൻ്റെ അച്ഛനാണ് പരമാത്മ. നമ്മൾ അറിയുന്ന നമ്മുടെ ലൗകിക അച്ഛനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓരോ നിമിഷവും സ്നേഹം കൊണ്ട് മൂടുന്ന അച്ഛനാണ് ആ പരലൗകിക അച്ഛനായിരിക്കുന്ന പരമാത്മ. അതുകൊണ്ട് ആ അച്ഛന് കത്തെഴുതുമ്പോൾ എന്തിനു സംശയിക്കണം? എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഭഗവാനായ അച്ഛൻ എഴുതണോ? അങ്ങനെ എഴുതിക്കോ, ആ ഫീല് വേണമെങ്കിൽ. എന്നിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ ക്ഷമ ചോദിക്കണോ, ആ കാര്യത്തെ വിശദമായിട്ട് എഴുതിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഇത് സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു 50% നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. ബാക്കി പശ്ചാത്താപം തന്നെ ഒരുപാട് അതിനുള്ള ശിക്ഷയ്ക്കുള്ളതായിട്ടുള്ള സൊല്യൂഷനാണ്, അതിനുള്ള പരിഹാരമാണ്. അതുകൊണ്ട് ആ പശ്ചാത്താപത്തിൻ്റെ അഗ്നിയിൽ ഉരുകിയിട്ട് ഈശ്വരനോട് മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ ആ കരുണാസാഗരൻ എന്തായാലും നിങ്ങളോട് ക്ഷമിക്കും എന്ന് കരുതിയിട്ട് അതിന് പൂർണ്ണമായിട്ട് അനുഭവിക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ എൻ്റെ ഇന്ന് സംഭവിച്ചു നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അറിയാണ്ടാണോ അത്ര കുറച്ച് അനുഭവിച്ചാൽ മതി, അറിഞ്ഞിട്ടാണോ അത്ര ആഴത്തിൽ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ടായിരിക്കും. അഥവാ നമ്മൾ പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പാപഭാരം കൊണ്ട് നടന്നു എന്ന് വിചാരിക്കുക. ഓരോ ദിവസം കഴിയുന്നോറും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു തെറ്റ് ചെയ്തു, ഒരാളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാക്കി, നാശം ഉണ്ടാക്കി, തകർച്ചയുണ്ടാക്കി, അതെൻ്റെ മനസ്സിൽ ഭാരമായിട്ട് വിങ്ങിക്കൊണ്ടേയിരിക്കുക. എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ ഉപബോധ മനസ്സുകളുടെ ഉള്ളിൽ ആ ഒരു മോശമായിരിക്കുന്ന വിഷൻ, ആ ഒരു ദൃശ്യം, ആ ഒരു എനർജി, ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി എഗെയിൻ ആൻഡ് എഗെയിൻ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അറിയാതെ വീണ്ടും 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 അതേ തെറ്റുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് മുന്നോട്ട് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനിവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ, വിട്ട് കളഞ്ഞേ പറ്റൂ. വിട്ട് കളയാൻ ഒറ്റ പോകുമ്പോഴേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ച ആളോട് നേരിട്ട് സോറി പറയാൻ പറ്റുമെങ്കിൽ സോറി പറയൂ. ഇനി അവർ ക്ഷമിച്ചില്ല എന്ന് വിചാരിച്ചോ, എന്നാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും.
അവർ ക്ഷമിച്ചില്ലെങ്കിൽ അവരത് ഹോൾഡ് ചെയ്യാണ്, നമ്മളത് ഹോൾഡ് ചെയ്യണ്ട, വിട്ടേക്കണം. എന്നെ ഒരാൾ ഉപദ്രവിച്ചാന്ന് എനിക്ക് വിചാരിക്കുക, അവരോടും ക്ഷമിച്ചേക്ക്, വിട്ടേക്ക്, സാരമില്ല, അതൊരു ദിവസം അങ്ങനെയായിരുന്നു, അവിടെ അവസാനിപ്പിക്കുക, നമുക്ക് മുന്നോട്ടുള്ള യാത്രയുണ്ടല്ലോ, സ്വസ്ഥമായിട്ട് പോകണമെന്ന് വിചാരിക്കണം. ഇങ്ങനെ മനസ്സിൻ്റെ ഭാരത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട്, ഇനി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അഥവാ എൻ്റെ ഉള്ളിൽ ഒരു പരിവർത്തനം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് മറക്കണമെങ്കിൽ ഞാൻ വേറൊരു ലോകത്ത് ബിസി ആവണം, അതിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് ഈ നെഗറ്റീവിനെ ഇല്ലാതാക്കണോ, ഞാൻ പോസിറ്റീവായിട്ടുള്ള സ്റ്റഡീസിൽ എന്നെ ബിസി ആക്കണം. പലരും പറയും ഞാൻ നെഗറ്റീവ് തോട്ട് വന്നുകൊണ്ടേയിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ പോലും നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, എന്താ ചെയ്യേണ്ടത്? ഒറ്റ പോംവഴിയുള്ളൂ, പോസിറ്റീവ് തോട്ട്സിനെ പഠിക്കണം നമ്മൾ. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും ഡെയിലി രാവിലെ ക്ലാസ് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ കൊറോണ സാഹചര്യം കൊണ്ട് ആർക്കും സെൻറ്ററിലേക്ക് എൻട്രി കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. സാഹചര്യം നിങ്ങൾക്കും അറിയാം, നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ ഓർഡർ ഉണ്ട്, ഈവൻ സിസ്റ്റേഴ്സിൻ്റെ സേഫ്റ്റി അത് നോക്കിയല്ലേ പറ്റൂ. ആർക്കും സെൻറ്റേഴ്സിലേക്ക് എൻട്രി ഇല്ല. ബട്ട് ഓൺലൈൻ കുറച്ചും കൂടെ ഈസി. നിങ്ങൾക്ക് സെൻറ്ററിൽ വന്ന് പഠിക്കണമെന്നില്ല, വീട്ടിലിരുന്നു കൊണ്ട് ദിവസവും രാവിലെ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് കേൾക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലേ, ഓൾറെഡി അപ്ലോഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാം, പഠിക്കാം, കേൾക്കാം. എന്തൊക്കെ രീതിയിൽ നേരിട്ട് ഭഗവാന്റെ മഹാവാക്യം വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാനുള്ള സംവിധാനമാണ് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കൊടുക്കുന്നത്. പഠിച്ചു നോക്കൂ. ഒരു കാര്യം വായിച്ചതുകൊണ്ട്, ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് നിങ്ങളിൽ പരിവർത്തനം വരില്ല. ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാം. ആ കാര്യത്തിനെ പലതവണ സ്വന്തം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഒരൊറ്റ പോയിന്റ്, ഒരു ദിവസം ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഒരൊറ്റ പോയിന്റ് സ്വന്തമാക്കി അതിനെക്കുറിച്ച് വിചാരസാഗര മഥനം ചെയ്ത് ചേൺ ചെയ്ത് മനസ്സിനുള്ളിട്ട് ഉരുട്ടി അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ചോദിച്ച്, അത് ചെയ്താൽ ഇങ്ങനെയാവോ, ഇത് ചെയ്താൽ ഇങ്ങനെയാവോ, അത് ചെയ്താതിരുന്ന് എനിക്കെന്ത് സംഭവിക്കും, അത് ചെയ്താൽ എന്തൊക്കെ നേട്ടങ്ങൾ, പലതവണ ഒരൊറ്റ പോയിന്റെങ്കിലും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എടുത്ത് അതിൽ മുഴുകുകയും അതിനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുകയും ചെയ്ത് നോക്കും. നിങ്ങൾ പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റി എന്നറിയാൻ തുടങ്ങും. ഒരു ഡേ വരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എന്തെന്നറിയാത്ത അവസ്ഥ വരും. ജാനകി ദാദിയെ പോലെ. ദാദിയുടെ ക്രോധത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടി കാനഡയിലെ യൂണിവേഴ്സിറ്റി ഒരിക്കൽ ഒരു പരീക്ഷ നടത്തി നോക്കിയിരുന്നു. അവിടെ നോക്കുന്ന സമയത്ത് ദാദിയോട് പറഞ്ഞിരുന്നു ദേഷ്യപ്പെടാൻ. ദാദി പറയും ദേഷ്യപ്പെടാനോ, ദേഷ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, അപ്പം ഞാൻ എന്താ ചെയ്യാന്ന്. അങ്ങനെ ദാദിയുടെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർക്കുന്നുണ്ട്. ദാദീനെ ഉറക്കത്തിൽ കയ്യിൽ സൂചി കൊണ്ട് കുത്തി ഉണർത്തി. അപ്പോൾ ഏതൊരാൾക്കും, ദേഷ്യമില്ലാത്ത ആൾക്കും അല്പമെങ്കിലും മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വരും അത്രേ. ദാദി ദ സെയിം ഡെൽറ്റ വേവ്സിൽ തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അത്തരത്തിലുള്ള ഒരവസ്ഥ. നാളെ അങ്ങനെ ഒരു ഹയസ്റ്റ് ആയിരിക്കുന്ന സ്റ്റേജ് അച്ചീവ് ചെയ്യാം. പോട്ടെ, ഇന്ന് അത്രയ്ക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ പോലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ തന്നെ ഉള്ളുന്നതായിട്ടുള്ള നെഗറ്റീവ് സങ്കല്പങ്ങളുടെ യുദ്ധം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് എത്ര തന്നെ ഹാർഡ് നിങ്ങളുടെ പാസ്റ്റ് ആയിക്കോട്ടെ, എന്തൊക്കെ കടുത്ത സാഹചര്യങ്ങളോട് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിക്കോട്ടെ, ഈ ഒരു സൊല്യൂഷൻ സ്വന്തമാക്കുകയാണെങ്കിൽ 100% പോസിറ്റീവ് ആയിക്കൊണ്ട്, ഓൾവേസ് ഹാപ്പി, ഓൾവേസ് പോസിറ്റീവ് ആയിക്കൊണ്ട്, ശുഭചിന്തകരായി നിങ്ങൾക്ക് നല്ലത് ചെയ്യാനും നന്നായി സന്തോഷമായി ജീവിക്കാനും സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.